മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബിയുടെ മുമ്പിൽ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിച്ച നബിയാ, നിങ്ങൾ ദുആ ചെയ്യ്, എനിക്ക് മക്കളില്ല. നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിച്ച പ്രവാചകനാ, എനിക്ക് മക്കളെ കിട്ടാൻ ദുആ ചെയ്യ്. മൂസാ നബി ദുആ ചെയ്തു, അല്ലാ ഈ പെണ്ണിന് നീ സന്താനത്തെ കൊടുക്കണേ അല്ലാ. അള്ളാഹുടെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, മൂസാ ദുആ ചെയ്യണ്ട, മക്കളെ കിട്ടൂല. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, മക്കളുണ്ടാകും. ഈ പ്രസവിക്കാത്ത മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ആ പെണ്ണ് പ്രസവിക്കില്ല, നീ ദുആ ചെയ്യണ്ട. ഈ പെണ്ണ് പിന്നെയും നിർബന്ധിച്ച് ദുആ ചെയ്യാം. പിന്നെ ദുആ ചെയ്തപ്പോൾ അള്ളാഹ് പറഞ്ഞു, ഇത് തന്നെയാ. മൂസാ നബി അലൈഹിസ്സലാം ഈ പെണ്ണ് പോയി. കുറെ കാലം കഴിഞ്ഞപ്പോ ഒരു കുഞ്ഞുമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് മൂസാ നബിയുടെ മുമ്പില്. മൂസാ നബി ചോദിച്ചു, ഈ കുഞ്ഞ് ഏതാ? എന്റേതാ നബി, നിങ്ങൾ അന്ന് ദുആ ചെയ്തില്ല, എന്റേതാ. നിങ്ങൾ അന്ന് ദുആ ചെയ്തില്ല, ഈ കുഞ്ഞ് എന്റേതാ. നിങ്ങൾ ദുആ ചെയ്യണം. എന്തിന്? ഇവൻ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. എന്റെ മോൻ നല്ല മകനാകാൻ വേണ്ടി ദുആ ചെയ്യണം. മൂസാ നബി ഒന്നും മിണ്ടിയില്ല. മൂസാ നബി ചിന്തിച്ചു, പടച്ചു, അള്ളയല്ലേ പറഞ്ഞു ഇവള് പ്രസവിക്കൂല എന്ന്, പിന്നെ എങ്ങനെ പ്രസവിച്ചു? അള്ളയാണ് പറഞ്ഞത് ഇവള് പ്രസവിക്കാത്ത പെണ്ണാണെന്ന്, പിന്നെ എങ്ങനെ പ്രസവിച്ചു? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു കൊടുത്തു, മൂസാ നബിയെ, അള്ളാഹു ഈ പെണ്ണ് പ്രസവിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ഇവളൊരു ദിക്ർ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. ആ ദിക്ർ പറഞ്ഞതിനെ കൊണ്ടാണ് അള്ളാഹു ഈ പെണ്ണിന് മക്കളെ കൊടുത്തത്. അള്ളാഹുടെ തീരുമാനത്തെ പോലും അള്ളാഹു മാറ്റിയെന്ന് നബിയിനാ റസൂലുള്ളാഹി. അതാ, ഈ ഒരു ദിക്ർ പറഞ്ഞാൽ അള്ളാഹുവിന്റെ തീരുമാനം പോലും അള്ളാഹു മാറ്റും. അതാണ് ഈ ദിക്റിന്റെ മഹത്വം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ, ഇത് മക്കളുടെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും ഉപകാരപ്പെടും. പറഞ്ഞുതരട്ടെ, വേണ്ട അവസാനം പറഞ്ഞാ പോരെ? ശരി, ഇൻഷാ അല്ലാഹ്. അല്ലാഹു പഠിക്കും. യാ റഹീമു യാ അല്ലാഹ്. ഏതാ ദിക്ർ? അല്ലാഹു പറയുകയാ, ഈ പെണ്ണ് പ്രസവിക്കത്തില്ല. അപ്പോഴും ആ പെണ്ണ് പറയാ, യാ റഹീമു യാ അല്ലാഹ്. ഏ കരുണയുള്ള അല്ലാഹ്, ഏ കരുണയുള്ള അല്ലാഹ്, ഏ കരുണയുള്ള അല്ലാഹ്. അള്ളാഹു കരുണയുള്ളവനാടോ. നീ 10 വട്ടം വിളിച്ച ഒരിക്കൽ അള്ളാഹു ആ വിളി കേൾക്കും. അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സാലിഹീങ്ങളായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനല്ല. നമ്മളാണെങ്കിൽ പറയുന്നത് നിരാശയാണ്. ഹോസ്പിറ്റലിൽ പോയി ഒരുപാട് പച്ചമരുന്ന് കടിച്ചു, തങ്ങന്മാരുടെ മുന്നിൽ, ഉസ്താദന്മാരുടെ മുമ്പിൽ പോയി, എല്ലാം കഴിഞ്ഞു, നിരാശയാ. വേണ്ട പെങ്ങളെ, നിരാശ വൻപാപമാണ്.